അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. സ്വദഖല്ലാഹു മൗലാനൽ അലിയുൽ അദീം. സ്നേഹാദരണീയരായ ഈ വേദിയിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയും പോഷക ഘടകങ്ങളുടെയും ബഹുമാന്യരായ പണ്ഡിത നേതാക്കൾ, ഈ മഹത്തായ പരിപാടിയിൽ വേദിയിലും സദസ്സിലുമായി അണിനിരന്നിട്ടുള്ള പ്രഗത്ഭരായ മഹല്ല് ജമാഅത്തിൻ്റെ ഭാരവാഹികളും നമ്മുടെ സ്ഥാപനങ്ങളുടെ ഭാരവാഹികളും മഹല്ലിലെ കാര്യകർത്താക്കളും അടങ്ങുന്ന ഈ പ്രൗഢമായ സദസ്സിലെ അംഗങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഒരു ഖൈറായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഒട്ടേറെ പണ്ഡിതന്മാരും ജനപ്രതിനിധികളും ഉമറാക്കളുമൊക്കെ നമ്മുടെ ഈ വേദിയിൽ സംസാരിക്കാനുള്ളത് കൊണ്ട് തന്നെ പരിമിതമായ വാക്കുകളിൽ ഒതുക്കിക്കൊണ്ട് ഞാൻ എൻ്റെ കടമ നിർവഹിക്കുകയാണ്. കേരളീയ മുസ്ലിം ഉമ്മത്തിൻ്റെ വ്യതിരിക്തമായ മതബോധവും സംഘബോധവും നമ്മൾ രൂപപ്പെടുത്തിയെടുത്തത് ഉലമാക്കളും ഉമറാക്കളും സാധാരണക്കാരും ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് എന്ന് ഈ വേദിയിൽ ഇതിൻ്റെ തുടക്കം മുതൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരൈക്യത്തിൻ്റെ ശബ്ദമാണ്. ഈ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ സദസ്സ് സാധാരണക്കാരായ ആളുകൾ എന്നതിലുപരി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹല്ലുകൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് നിർവഹിക്കുന്ന നിസ്വാർത്ഥരായ സേവകരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന സേവനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് കരുത്തു പകരുന്ന ഒന്നാണ്. ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം നമുക്കറിയാം. കേരളത്തിലെ മഹാരഥന്മാരായ ഉലമാക്കൾ ദീനീ പ്രവർത്തനത്തിൻ്റെയും പ്രബോധനത്തിൻ്റെയും പ്രാധാന്യം നമുക്ക് പകർന്നു തന്നു. അവരത് കൃത്യമായി പകർന്നു തന്നപ്പോൾ സാധാരണക്കാരായ ആളുകൾ അത് ഉൾക്കൊണ്ടു. ഈ സാധാരണക്കാരെ പണ്ഡിതോപദേശത്തിനനുസരിച്ചുകൊണ്ട് പ്രാവർത്തികമാക്കി അവരെ പ്രവർത്തനക്ഷമമാക്കി അതിനുവേണ്ട പണം കൊടുത്തും നേതൃത്വം കൊടുത്തും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടും അവർക്ക് മുമ്പിൽ നിന്ന് ധൈര്യം പകർന്നു കൊടുത്തത് നമ്മുടെ മഹല്ലത്തിലെ ഉമറാക്കളാണ്. പ്രവർത്തിക്കാൻ സാധാരണക്കാരും നമ്മളെ പ്രവർത്തന സജ്ജനാക്കുന്നതിന് വേണ്ടിയുള്ള ദീനിയായ ഉത്ബോധനം നമുക്ക് തരാൻ ബഹുമാനപ്പെട്ട അലിമീങ്ങളും ആ അലിമീങ്ങളുടെ ഉപദേശം പ്രാവർത്തികമാക്കാൻ കെൽപ്പുള്ള ഉമറാക്കളും. ഇതാണ് നമ്മുടെ കേരളത്തിൽ മുസ്ലിം സമൂഹത്തിൻ്റെ സംഘശക്തി വർദ്ധിപ്പിക്കുവാനും പ്രയോഗതലത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാനും ഇന്ത്യയിൽ നിന്നു തന്നെ വേറിട്ട ഒരു സാംസ്കാരിക പ്രബുദ്ധതയും പ്രതിബദ്ധതയും നമുക്കുണ്ടാക്കി തന്നത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ സ്വതന്ത്രമായി ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വരെ നടത്താനും അതിനെ അന്താരാഷ്ട്ര പ്രസിദ്ധമാക്കാനും നമുക്ക് കഴിഞ്ഞത് ഈ ഉലമ ഉമറ കൂട്ടായ്മ കൊണ്ടാണ്. 70കളിൽ ആരംഭിച്ച ഈ മഹൽ സംരംഭത്തിൻ്റെ ഏറ്റവും വലിയ പ്രൗഢമായ ഉദാഹരണമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അഭിമാനമായി ഇന്ന് ചമ്മാട്ട് ഉയർന്നു നിൽക്കുന്ന ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി. അത് യഥാർത്ഥത്തിൽ സുന്നി മഹല്ല് ഫെഡറേഷന്റെ ഒരു പ്രൊഡക്റ്റാണ്. അവിടെ നിന്ന് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾ ഇന്ന് സമസ്തയുടെ യശസ് വാനോളം ഉയർത്തിക്കൊണ്ട് നമ്മുടെ ഉത്തരേന്ത്യയിലും മധ്യേന്ത്യയിലും ഒക്കെ പുതിയ മദ്രസകൾ ആരംഭിക്കുകയും ദീൻ എന്തെന്നറിയാത്ത ആളുകൾക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ട് ക്രിയാത്മകമായ മുന്നേറ്റം നടത്തുന്നത് കൗതുകത്തോടെ നോക്കി നിൽക്കുന്നവരാണ് നമ്മൾ. നോർത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് കഴിയാത്ത, മധ്യേന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് കഴിയാത്ത, കേരളീയേതര സംസ്ഥാനത്തെ മുസ്ലിം സമൂഹത്തിന് സാധ്യമാകാത്ത മതപ്രബോധന പ്രവർത്തനങ്ങൾക്ക് മക്തബുകൾ സ്ഥാപിച്ചുകൊണ്ടും 2 വിദ്യാഭ്യാസവും അവർക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള സംരംഭങ്ങൾ കൊണ്ടുവന്നുകൊണ്ടും ഈ ദാറുൽ ഹുദ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പുറത്തിറങ്ങിയ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ചെയ്യുന്ന സേവനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിൽ അവരെ നിർത്തലാണ്. ഇത്ര വലിയൊരു നവോത്ഥാനം ഇന്ന് കേരളത്തിൽ ഏതൊരു സംഘത്തിനാണ് മതമേഖലയിൽ ചെയ്യാൻ സാധിച്ചത്? കേരളത്തിലെ മതമേഖല മുഴുവൻ പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. സമത്വക്കൊപ്പം എത്താൻ ഇപ്പോഴും അവർക്ക് സാധിച്ചിട്ടില്ല. അവരെ കുറ്റപ്പെടുത്തുകയല്ല, വസ്തുത പരിശോധിച്ചാൽ ആർക്കും അത് ബോധ്യപ്പെടുകയാണ്. നമ്മുടെ കാര്യം നമ്മൾ പർവ്വതീകരിച്ച് പറയുകയല്ല, പരിശോധിച്ച് ബോധ്യപ്പെടാവുന്ന സകല സംവിധാനങ്ങളും സാഹചര്യങ്ങളും നമ്മുടെ കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ പ്രബോധനങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ അനവരതം തുടരണമെങ്കിൽ ഈ ബാന്ധവം ശരിക്കും നിലനിന്നേ പറ്റൂ. ഉലമാക്കളും ഉമറാക്കളും സാധാരണക്കാരും ഒരുമിച്ച് നിന്നേ പറ്റൂ. അതേ സമയത്ത്
മതപരമായ പ്രവർത്തനത്തെ ഒരു കാലത്തും ഇല്ലാത്ത ആളുകൾ, മതനിഷേധത്തെ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ആളുകൾ, മതമേഖലയിൽ ഇടപെട്ടുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഭിന്നതയും ഭിന്ന വീക്ഷണങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ, അപസ്വരങ്ങൾ ഉയർത്താൻ ശ്രമിക്കുമ്പോൾ അത് തിരിച്ചറിയാനുള്ള ബുദ്ധിയാണ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. അവർക്ക് മുന്നോട്ട് പോകാനും തുടർന്നു പോകുവാനുമുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മുസ്ലിം സമൂഹത്തിന്റെ സംഘർഷത്തിൽ വിള്ളലുണ്ടാക്കുവാനും നമുക്കിടയിൽ അസ്വാരസ്യങ്ങൾ പരത്തുവാനും അവർ ശ്രമിക്കുന്നുവെങ്കിൽ അതിന്റെ ചട്ടുകങ്ങളായി നിൽക്കുന്നതിന് പകരം നമ്മൾ കൃത്യമായി കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പ്രതികരിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമായി മാറണം. അതാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. നിങ്ങളൊരു സോഷ്യൽ മീഡിയയിലെ ഏതെങ്കിലും ഒരു അക്കൗണ്ട് തുറന്നു നോക്കൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാറ്റ് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. അവിടെയൊക്കെ ഭിന്നതകളുടെ ശബ്ദങ്ങളാണ് കൂടുതൽ നമ്മൾ കേൾക്കുന്നത്. എന്നാൽ മുസ്ലിം സമൂഹം ലോകത്ത് വിജയിച്ചതും വളർന്നതും മുന്നോട്ട് പോയതും മുഴുവൻ ഐക്യത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ്. ലോക ചരിത്രം നമുക്ക് നൽകുന്ന വലിയ പാഠം അതാണ്. എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമൂഹത്തെ പഠിപ്പിച്ചു. ഒരുമിച്ച് നിന്നാൽ അതിന്റെ ഗുണമുണ്ടാകും, ഭിന്നിച്ചു നിന്നാൽ അത് വലിയ അപകടവും വരുത്തും. ആദർശം സമൂഹത്തിൽ കൃത്യമായി പ്രചരിപ്പിക്കുവാൻ പൂർവകാല നേതാക്കൾ എല്ലാ സംരംഭങ്ങളും സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിയപ്പോഴാണ് നമ്മളൊക്കെ സുന്നത്ത് ജമാഅത്തിനെ കുറിച്ച് പഠിച്ചത്. നിങ്ങൾക്കിടയിൽ ഇവിടെ സഞ്ചരിച്ചിരുന്ന ബഹുമാനപ്പെട്ട CH ഹൈദ്രോസ് മുസ്ലിയാരെ നിങ്ങൾക്കറിയില്ലേ? MM ബഷീർ മുസ്ലിയാരെ നിങ്ങൾക്കറിയില്ലേ? അതുപോലെ തന്നെ നമ്മുടെ പൂർവ്വസൂരികളായ മഹാപണ്ഡിതന്മാർ ഈ മലപ്പുറം ജില്ലയിലെ മുക്കമൂലകളിൽ ദീനീ പ്രബോധനത്തിന് വേണ്ടി മദ്രസകൾ കെട്ടുവാനും ദർസുകൾ സ്ഥാപിക്കുവാനും ഓടി നടന്ന് പ്രവർത്തിച്ചിരുന്ന ആ പാവപ്പെട്ട പണ്ഡിതന്മാരെ നിങ്ങൾക്കറിയില്ലേ? അവരെ വാക്കുകൾ കൊണ്ട് കേരളത്തിൽ എവിടെയും ഒരു മുറിവേറ്റിട്ടില്ല. അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് പോലും ഒരു വിദ്വേഷം ജനിച്ചിട്ടില്ല. നേരായ കാര്യം സമൂഹത്തിനു മുമ്പിൽ മനോഹരമായി അവർ പറഞ്ഞു കൊടുത്തു. അവർക്കൊപ്പം നിന്ന മഹത്തുക്കളായ നമ്മുടെ ഉമറാക്കൾ അവർ ഏറ്റുപിടിച്ചുകൊണ്ട് അവരുടെ ആത്മാർത്ഥതയിൽ ലയിച്ചു ചേർന്നുകൊണ്ട് പണം കൊടുക്കുവാനും അവരുടെ സേവനം കൊടുക്കുവാനും നേതൃത്വം കൊടുക്കുവാനും അവർ മുന്നോട്ട് വന്നു. മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരെ പോലുള്ള പ്രഗൽഭനായ ഒരു സൂഫി വര്യൻ ഇതിനൊക്കെ നേതൃത്വം കൊടുത്തപ്പോഴും മുസ്ലിം സംഘശക്തിയുടെ സമ്മേളനം കോഴിക്കോട്ട് നടന്നപ്പോൾ അവിടെ പോയി 2 കൈ ഉയർത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തെ നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കാൻ മുന്നോട്ട് വന്നപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ആ സദസ്സിൽ സമസ്തക്കാരല്ലാത്ത ധാരാളം ആളുകൾ ഉണ്ടാകും, സ്വാഭാവികമല്ലേ? എങ്കിലും അദ്ദേഹം പറഞ്ഞു, ഈ സംഘശക്തിയെ വിജയിപ്പിക്കണേ. ഭൗതിക മേഖലയിൽ നമുക്ക് വേണ്ട സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരു ജനാധിപത്യ രാജ്യത്ത് ചെയ്തു തരണമെങ്കിൽ നമുക്ക് വേറിട്ടൊരു സംഘശക്തി വേണമെന്ന കാര്യത്തിൽ ആർക്കാണ് തർക്കമുള്ളത്? അതല്ലേ 1992 ബഹുമാനപ്പെട്ട KT മാനു മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രബന്ധത്തിൽ ബോംബെയിൽ ഓൾ ഇന്ത്യ മില്ലി കൗൺസിലിന്റെ യോഗം നടക്കുമ്പോൾ കൊണ്ടുപോയി അവതരിപ്പിച്ച പ്രമേയത്തിൽ സൂചിപ്പിച്ചത്. ആ പ്രമേയം വിശദമായി ബഹുമാനപ്പെട്ടവർ ഒരല്പം വിശകലനം ചെയ്തുകൊണ്ട് തന്നെ തന്റെ ഓർമ്മയുടെ കയ്യൊപ്പുകൾ എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അതിൽ പറയുന്നത് 1992 ബോംബെയിൽ മോർലാൻഡ് കമ്മ്യൂണിറ്റി ഹാളിൽ ഒരു യോഗം വിളിച്ചപ്പോൾ ആ യോഗത്തിലേക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി ശൈഖുന ശംസുൽ ഉലമയെ ക്ഷണിച്ചപ്പോൾ ശംസുൽ ഉലമ അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ KT മാനു മുസ്ലിയാരെ നിർദ്ദേശിക്കുകയും മാനു മുസ്ലിയാർ ആ നിർദ്ദേശം പാലിച്ചുകൊണ്ട് അവിടെ ചെന്ന് എന്താണ് അവതരിപ്പിക്കേണ്ടത് എന്ന് സമസ്തയുടെ തലമുതിർന്ന നേതാക്കളുമായി കൂടിയാലോചിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പ്രബന്ധം തയ്യാറാക്കുകയും അത് ശംസുൽ ഉലമക്ക് വായിച്ചു കൊടുക്കുകയും ചെയ്തു. അതിൽ വളരെ വ്യക്തമായി പറയുന്ന 3 പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾ ആ പുസ്തകം എന്ന് വായിച്ചു നോക്കൂ. മാനു മുസ്ലിയാർ തന്റെ ജീവിതകാലത്ത് എഴുതി വെച്ച പുസ്തകത്തിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. ഒന്നാമതായി അദ്ദേഹം അവിടെ പോയി അവതരിപ്പിച്ചത് ആ സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തയ്യാറാക്കിയ ആ പ്രബന്ധത്തിൽ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, അന്ന് ബാബരി മസ്ജിദിന്റെ പ്രശ്നം ഇന്ത്യയിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. ബാബരി പള്ളി ധ്വംസിക്കപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായി. ഇന്ത്യ സ്വതന്ത്രമായതിന് ശേഷം ഇവിടെ മതേതരത്വത്തിന് കളങ്കമേറ്റ ഏറ്റവും ഗൗരവതരമായ ഒരു പ്രവർത്തനമാണ് ബാബരി പള്ളിയുടെ പതനം. ആ ബാബരി പള്ളിയുടെ പതനം ആസന്നമായി നിൽക്കുന്ന സന്ദർഭത്തിലൊക്കെ ഈ സമൂഹത്തിൽ ഉണ്ടായിരുന്ന അരക്ഷിതാവസ്ഥ നിങ്ങൾക്കറിയാം. ആ സന്ദർഭത്തിൽ ബോംബെയിൽ ഈ സമ്മേളനം നടന്നുകൊണ്ട് പിന്നീട് അതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി മുസ്ലിം സമൂഹത്തിന് കരുത്ത് പകരുന്നതിന് വേണ്ടി ഒരു വലിയ കൺവെൻഷൻ മുസ്ലിം സംഘടനാ നേതാക്കളുടെ കൂട്ടായ്മ വിളിച്ചു ചേർത്തു. അതിൽ മാനു മുസ്ലിയാർ പോയി അവതരിപ്പിച്ച പ്രബന്ധം നോക്കൂ. ഒന്നാമത് പറഞ്ഞത്, അതിൽ അദ്ദേഹം സൂചിപ്പിച്ചത് വ്യക്തമായി ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് രാഷ്ട്രീയ ബോധം അനിവാര്യമാണ്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ സെക്രട്ടറിയാണ് ബോംബെയിൽ പോയി ആ പ്രത്യേക സാഹചര്യത്തിൽ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയുടെ സമ്മതത്തോടുകൂടി സമസ്തയുടെ ആലിമീങ്ങളുമായി മുഷാവറ ചെയ്തുകൊണ്ട് ഒരു പ്രബന്ധം അവതരിപ്പിക്കുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ രാഷ്ട്രീയ ബോധം അനിവാര്യമാണെന്ന് പറയുന്നത്. ഇന്ന് ചിലർ പറയുന്നത് നേരെ മറിച്ചാണ് എന്ന് നമുക്കറിയാം. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞു, സമ്മതിദാനാവകാശം നമ്മൾ വേറിട്ട് വിനിയോഗിച്ചാൽ
നമ്മൾ ഒറ്റപ്പെട്ടു പോകും. നമ്മുടെ സമൂഹത്തിൽ അപകടം സംഭവിക്കും. ഡൽഹി തെരഞ്ഞെടുപ്പ് കാണുന്നില്ലേ നിങ്ങൾ? വോട്ടുകൾ ചിഹ്നിച്ച് തെറിപ്പോയത് കൊണ്ട് അവിടെ ജയിച്ചതാരാണ്? നല്ല മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തിൽ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ധാരാളം വോട്ടുള്ള മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി നേരത്തെ AAP ജയിച്ചു പോയി. ഇപ്പോൾ അദ്ദേഹം പരാജയപ്പെട്ടു. 3 പെട്ടിയിലേക്ക് വോട്ട് പോയി. നിങ്ങൾക്കറിയാം, OIC-യുടെ ഒരു സ്ഥാനാർത്ഥി വന്നു, കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി വന്നു. അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി വന്നപ്പോൾ ഭിന്നിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പുറത്തുള്ള ആൾ വിജയിച്ചു, BJP-യുടെ സ്ഥാനാർത്ഥി വിജയിച്ചു. ഇത് പാഠം ഉൾക്കൊള്ളേണ്ടതല്ലേ? ജനാധിപത്യ വോട്ടുകൾ ഭിന്നിച്ചത് കൊണ്ടാണ് ഇന്ന് ഇന്ത്യയിൽ നമുക്ക് അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ട്. 73% ആളുകൾ ഒരു ഭാഗത്തുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കണം, നമ്മുടെ സമൂഹത്തിൽ 70%-ലധികം ആളുകൾ ഒരു ഭാഗത്തുണ്ട്. കേവലം ഒരു 30% അല്പം കൂടുതൽ മാത്രമാണ് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി ഇന്ത്യ മഹാരാജ്യത്തെ മാൻഡേറ്റ് നേടിയിട്ടുള്ളത്. ബാക്കിയുള്ള വോട്ടുകൾ 3 ഭാഗത്തേക്കും 4 ഭാഗത്തേക്കും ചിതറിപ്പോയപ്പോൾ ഈ ചെറിയ ശതമാനം വോട്ട് കൊണ്ട് അവിടെ ഭരിച്ചപ്പോൾ നമുക്ക് എന്തുണ്ടായി? നമ്മുടെ വഖഫ് സ്വത്തുക്കൾക്ക് മേൽ ഒരു പ്രത്യേക അധികാരം കൊണ്ടുവരാൻ പോകുന്നു. വഖഫ് ബോർഡ് രൂപവൽക്കരിക്കുന്നതിന്റെ ഘടന പോലും മാറ്റിക്കൊണ്ട് അത് ഗവൺമെന്റിനെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റിക്കൊണ്ടുപോകുന്നു. തെരഞ്ഞെടുപ്പ് പാടെ അവസാനിപ്പിച്ചുകൊണ്ട് അവർ എല്ലാവരെയും നോമിനേറ്റ് ചെയ്തുകൊണ്ട് അതിൽ അമുസ്ലിം അംഗങ്ങളെ പോലും ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ ഒരു സംവിധാനം കൊണ്ടുവരുമ്പോൾ ആ നിയമം പാസ്സായി കഴിഞ്ഞു. പാസ്സായാൽ പിന്നെ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. കോടതിയിൽ പോകുക മാത്രമേ നിർവാഹമുള്ളൂ. ഈ നിർവാഹമില്ലാത്ത അവസ്ഥ എന്തുകൊണ്ട് നമുക്ക് സംഭവിച്ചു? ഐക്യം നഷ്ടപ്പെട്ടു പോയപ്പോൾ സംഭവിച്ചു. ഉഹദ് യുദ്ധത്തിൽ നിന്ന് പാഠം പഠിച്ച സമൂഹമല്ലേ ഇത്? ആ പർവ്വതത്തിന്റെ മുകളിൽ ജബലുർ റുമാത്തിന്റെ മുകളിൽ നിൽക്കേണ്ട ആളുകളുടെ എണ്ണവും നേതൃത്വവും കൃത്യമായി നിർവഹിച്ചുകൊണ്ട് നിർണയിച്ചുകൊണ്ട് പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുല്ലാഹ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആലയുടെ നായകത്വത്തിൽ അവിടെ ആളെ നിർത്തി. 50 വില്ലാളി വീരന്മാർ മനോഹരമായി കർമ്മ നിർവഹണം നടത്തുമ്പോൾ അവരോട് പറഞ്ഞു, ഞങ്ങളുടെ മയ്യത്തുകൾ ചിഹ്നിച്ചെറിയാൽ പോലും, പറവകൾ കുത്തിവലിക്കുന്നത് കണ്ടാൽ പോലും നിങ്ങൾ താഴേക്ക് ഇറങ്ങി വരരുത്. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി നിർവഹിക്കണമെന്ന് പരിശുദ്ധ തിരുദൂതർ പഠിപ്പിച്ചു കൊടുത്തു. അവർ ഡ്യൂട്ടി നിർവഹിച്ചു. പക്ഷേ ഈ യുദ്ധത്തിന്റെ പ്രഥമഘട്ടത്തിൽ മുസ്ലിങ്ങൾക്കുണ്ടായ വിജയം ഒരു പരീക്ഷണം എന്നോണം മുസ്ലിം സമൂഹം ആ വിജയത്തിൽ ആഹ്ലാദിച്ചപ്പോൾ ഒനീമത്ത് സ്വത്തുക്കൾ പോലും ഓഹരി വെക്കപ്പെടുമോ എന്ന ഭൗതിക താല്പര്യം ജനിച്ചപ്പോൾ മഹാന്മാരായ ആളുകൾ പോലും ഇറങ്ങിപ്പോന്നു. നിൽക്കാൻ പറഞ്ഞിട്ട് എല്ലാവരും നിന്നില്ല. അതിന്റെ പരിണിത ഫലം അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർക്ക് മുൻപല്ല് പോലും നഷ്ടപ്പെട്ടു. പരിശുദ്ധ പ്രവാചകർ കുഴിയിൽ വീണു. പരിശുദ്ധ പ്രവാചകരെ കൊണ്ടുപോയി അതിന്റെ അല്പമകൽ ഒരു ഗുഹയിൽ ഇരുത്തേണ്ടി വന്നു. ഇന്ന് നമ്മളൊക്കെ പോകുമ്പോൾ സിയാറത്ത് ചെയ്യുന്ന നബി തങ്ങൾ ഇരുന്ന ഗുഹ, അവിടെ അള്ളാഹുവിന്റെ പരിശുദ്ധ അഷ്റഫുൽ ഖൽഖ് ഇരുന്ന സ്ഥലമാണ്. നബി തങ്ങൾ മരിച്ചുവെന്ന് കിംവദന്തി പോലും പറഞ്ഞു. അതിൽ നിന്ന് മുസ്ലിങ്ങൾ വീണ്ടും നിശ്ചയദാർഢ്യത വീണ്ടെടുത്തുകൊണ്ട് വിജയിച്ചു. ആൾബലം കൊണ്ടല്ല മുസ്ലിങ്ങൾ ലോകത്ത് വിജയിച്ചിട്ടുള്ളത്. ആയുധബലം കൊണ്ടല്ല മുസ്ലിങ്ങൾ സമരങ്ങൾ ജയിച്ചിട്ടുള്ളത്. വാൾ പ്രയോഗം കൊണ്ടല്ല ഇസ്ലാമിനെ പ്രബോധനം ചെയ്തിട്ടുള്ളത്. എന്നാൽ നമ്മൾ ഓർക്കണം, നമ്മൾ വിജയിച്ചത് നമ്മുടെ ആദർശത്തിന്റെ ബലം കൊണ്ടാണ്. നമ്മുടെ ആദർശവും ഒരുമയും, ആദർശത്തോടൊപ്പം ഐക്യവും വേണം. ആ ആദർശം അനിവാര്യമാണെന്ന പോലെ ഐക്യവും അനിവാര്യമാണ്. ആദർശം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഏറ്റവും കൂടുതൽ അഗ്രസീവായ രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് സമൂഹത്തിൽ ഭിന്നത സൃഷ്ടിക്കലല്ല. ആ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം എന്ന് പറയുന്നത് കൃത്യമായി സമൂഹത്തിൽ പറയാൻ സമത്വ കേരള ജംഇയ്യത്തുൽമക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത പണ്ട് മുതലേ നിർവഹിക്കപ്പെട്ടു വരുന്നുണ്ട്. അതുകൊണ്ടൊരു ചർച്ചയും സമൂഹത്തിൽ ഈ തരത്തിൽ നമുക്കിടയിൽ ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ പങ്കുവെക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് സമൂഹം സമ്മതിക്കുന്നു. സമൂഹത്തിൽ ചർച്ചയാകുന്നു. ആ ചർച്ച വരുന്ന അവസരത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് കണ്ടു ചിരിക്കുന്നവരും അതിൽ നിന്ന് മുതലെടുക്കുന്നവരുമുണ്ട്. ഞാൻ പച്ചയായി പറയുന്നു, ഈ സമൂഹത്തിൽ മുസ്ലിം രാഷ്ട്രീയ സംഘശക്തിയും സമത്വ കേരള ജംഇയ്യത്തുൽമയും രണ്ടും ഒരുമിച്ച് നിൽക്കണം, രണ്ടും ഒരുപോലെ നിൽക്കണം. ഈ കൂടിയിരിക്കുന്ന ബഹുഭൂരിപക്ഷം മഹല്ലിന്റെ ഭാരവാഹികളും ബഹുഭൂരിപക്ഷം മഹല്ലത്തിന്റെ നായകന്മാരും ബഹുഭൂരിപക്ഷം സ്ഥാപനത്തിന്റെ ഭാരവാഹികളും ഇത് രണ്ടും ഒരുമിച്ച് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. രണ്ടിലുമുള്ള ബഹുഭൂരിപക്ഷവും ഒരേ ചിന്താഗതിക്കാരാണ്. രാഷ്ട്രീയമായും മതപരമായും അതിലൊരു തെറ്റുമില്ലല്ലോ എന്ന് കരുതി സമത്വ ഒരു രാഷ്ട്രീയ പാർട്ടിയായി എന്നോ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടി സമത്വയെ പോലെ മതസംഘടന പോലെ ആയി എന്നോ ആരും പറയുന്നില്ല. മതസംഘടന മതസംഘടനയുടെ ദൗത്യം നിർവഹിക്കുന്നു. രാഷ്ട്രീയ സംഘടന രാഷ്ട്രീയ സംഘടനയുടെ ദൗത്യം നിർവഹിക്കുന്നു. മാനുമുസ്ലിയാർ മൂന്നാമതായി അവിടെ അവതരിപ്പിച്ച പ്രബന്ധത്തിലെ പ്രധാന ടോപ്പിക് ഒന്നെന്താണ്? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സമ്മതിദാനാവകാശം നമ്മൾ വേറിട്ട് വിനിയോഗിക്കാൻ പാടില്ല. സംഘശക്തിയോടുകൂടി നിൽക്കണം. വിവിധ പാർട്ടികളിൽ ചേർന്നാൽ മുസ്ലിം സമൂഹം ഛിന്ന ഭിന്നമാകും.
അസ്തിത്വം നഷ്ടപ്പെടും. സമത്വയുടെ ബഹുമാന്യനായ വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി അവതരിപ്പിച്ചതാണ്. പൂർവ്വകാല പാരമ്പര്യം അതാണ്. നമുക്കിടയിൽ മാതൃകാപരമായി സുന്നത്ത് ജമാഅത്ത് അവതരിപ്പിച്ചിരുന്ന സുന്നത്ത് ജമാഅത്തിൽ കാർക്കശ്യമുള്ള വ്യക്തിയായിരുന്നു KV മുഹമ്മദ് മുസ്ലിയാർ. അല്ലാഹു മഹർത്തുക്കൾക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അദ്ദേഹം ഏത് യോഗത്തിന് വരുമ്പോഴും അദ്ദേഹവുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അറിയാം, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ചെറിയ പുസ്തകം ഉണ്ടാകും. ഒന്നുകിൽ കുനൂത്തും കൂട്ടുപ്രാർത്ഥനയും, അല്ലെങ്കിൽ ശ്രീ ജുമുഅ ജമാഅത്ത്, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ചെറിയ പുസ്തകം അദ്ദേഹം സ്വയം തയ്യാറാക്കും. ആരുടെയും പ്രേരണ കൊണ്ടല്ല. അദ്ദേഹം തന്നെ എഴുതുന്നു, അദ്ദേഹം തന്നെ പ്രിന്റ് ചെയ്യുന്നു, അദ്ദേഹം തന്നെ കൊണ്ടുവരുന്നു, കുട്ടികളുടെ കയ്യിൽ കൊടുക്കുന്നു വിതരണം ചെയ്യാൻ. അദ്ദേഹം സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഓരോ പ്രമേയങ്ങളും തന്റെ കീശയിൽ കൈയെടുത്തോണ്ട് കടലാസിലെടുത്തുകൊണ്ട് വായിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നത് പലപ്പോഴും ഞാനൊക്കെ കേട്ടിട്ടുണ്ട്. എന്നെക്കാളേറെ കേട്ടവർ ഈ വേദിയിലുണ്ടാകും. അതേ ആദർശം പ്രസംഗിക്കുന്ന, അതേ ആദർശം സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന അതേ ബഹുമാനപ്പെട്ട KV ഉസ്താദ് പറഞ്ഞു, ഞാനൊരു മുസ്ലിം ലീഗുകാരനാണ്. അദ്ദേഹം അത് തുറന്നു പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആദർശത്തിൽ ഒരു കുറവും സംഭവിച്ചിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേസമയം അദ്ദേഹം നിങ്ങളെല്ലാവരും ആ പാർട്ടിക്കാരാകണമെന്ന് പറഞ്ഞിട്ടില്ല. അതിനുവേണ്ടി സമത്വയുടെ വേദി ഉപയോഗപ്പെടുത്തിയിട്ടുമില്ല. സമത്വ കേരള ജംഇയ്യത്തുൽ കരുത്തും കാതലും എന്ന് പറയുന്നത് ഈ ഉലമാ ഉമറ കൂട്ടായ്മയാണ്. നേതൃത്വം ഒരു തീരുമാനമെടുത്താൽ നമ്മളത് അംഗീകരിക്കണം, ഒരു തർക്കവുമില്ല. പക്ഷേ ഈ തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കേണ്ട ഐക്യബോധത്തെ തകർക്കുന്ന തരത്തിൽ ചില പ്രഭാഷണങ്ങൾ നടക്കുമ്പോൾ, ചില പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ, ചില വാട്സപ്പ് പോസ്റ്റുകൾ പോകുമ്പോൾ നമ്മളൊക്കെ ഭയപ്പെടണം. നമ്മളൊക്കെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് ഭൗതിക താല്പര്യത്തിന് വേണ്ടിയല്ല. നിസ്വാർത്ഥരായ ആലിമീങ്ങൾ, നിഷ്കളങ്കരായ ആലിമീങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി കെട്ടിപ്പടുത്തു തന്ന വലിയൊരു പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിന് നല്ലൊരു നേതൃത്വമുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം രാഷ്ട്രീയ സംഘശക്തിക്ക് ഒരു നേതൃത്വമുണ്ട്. ആ നേതൃത്വം രണ്ടും പരിഹരിക്കേണ്ട പല വിഷയങ്ങളുമുണ്ട്. ഒരു നേതൃത്വത്തിന് മുമ്പിൽ പരിഹരിക്കേണ്ട പല വിഷയങ്ങളും ഉണ്ടാകും. അത് നേതൃത്വം പരിഹരിക്കും. അതിനുമുമ്പ് പരിഹാര മാർഗവുമായി വാട്സപ്പ് മുഫ്തിമാർ പുറത്തിറങ്ങുന്നുവെങ്കിൽ അവരുടെ സമുദായം കൈയൊഴിക്കണമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവരാണ് പ്രശ്നമുണ്ടാക്കുന്നത്, ആലിമീങ്ങളല്ല, നേതാക്കളല്ല. നേതാക്കൾ എടുക്കാത്ത, നേതാക്കൾ പറയാത്ത കാര്യങ്ങൾ സ്വയം പറഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ അവർ പുതിയ വിപ്ലവം സൃഷ്ടിക്കാൻ മുന്നോട്ട് വരുന്നു. പിന്നിൽ പല പ്രേരണകളും ഉണ്ടാകും. അത് മറ്റെന്തെങ്കിലും രാഷ്ട്രീയ സംവിധാനത്തിന്റെ മുന്നോട്ടുള്ള ലാക്കാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാകാം. തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അതേ സമയത്തോ നമ്മുടെ സമത്വ കേരള ജംഇയ്യത്തുൽ ഒരു തീരുമാനമെടുത്താൽ അത് അംഗീകരിച്ചേ പറ്റൂ. പക്ഷേ സമത്വ കേരള ജംഇയ്യത്തുൽ മുമ്പിൽ പല വിഷയങ്ങളും ചർച്ചയിലുണ്ട്. പാണക്കാട് കുടുംബത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ചർച്ച നടത്തുമെന്ന് ഇന്നത്തെ പത്രത്തിൽ പോലും പറഞ്ഞില്ലേ? എത്ര മനോഹരമായ സ്റ്റേറ്റ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. ഈ തരത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ നിരാശ പകരുന്ന രീതിയിൽ, അവർക്കെല്ലാവർക്കും നിരാശ കൊടുക്കുന്ന രീതിയിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വന്നാൽ പരിഹാരത്തിന് വേണ്ടി ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നു കൊണ്ട് ഈ നേതാക്കൾ തയ്യാറാകുമെന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കൂ, ആ നേതാക്കൾ കാണിക്കുന്ന ഒരു സഹിഷ്ണുത, സമത്വയുടെ ആലിമീങ്ങൾ കാണിക്കുന്ന ഒരു താല്പര്യം, അവർക്കറിയാം സമുദായത്തിന്റെ താല്പര്യം എന്താണെന്ന്, ഐക്യത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അത്തരം ഒരു പ്രസ്താവന മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നമുക്കത് പ്രതീക്ഷ അർപ്പിക്കാം. അള്ളാഹു എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ നമ്മുടെ നേതാക്കൾക്ക് കഴിവും തൗഫീഖും പ്രദാനം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട കോറാട് ഉസ്താദ് ആവർത്തിച്ച് 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 ഈ വേദിയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന കേട്ടോ നിങ്ങൾ? ഉലമാഇന്റെയും ഉമറാഇന്റെയും ഹൃദയങ്ങളെ നല്ല രീതിയിൽ ഇൽഫത്തോടുകൂടി ഐക്യപ്പെടുത്തണേ എന്ന് ആവർത്തിച്ച് 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 വേദനയോടെ പ്രാർത്ഥിച്ചു. അതൊരു പണ്ഡിതന്റെ പ്രാർത്ഥനയാണ്. നിങ്ങളൊക്കെ മനസ്സിൽ തട്ടി ആമീൻ പറഞ്ഞു. ഗ്രാമാന്തരങ്ങളിലുള്ള നല്ല മനുഷ്യർ ആഗ്രഹിക്കുന്നത് ഒരുമയോടെ നിൽക്കാനാണ്, ഒന്നിച്ചു പോകാനാണ്. ഒരു ഭിന്നിപ്പും ഉണ്ടാക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ഒരു ഭിന്നതയും ഈ സമൂഹത്തിൽ ഇനി താങ്ങാനുള്ള കരുത്തില്ല. കാരണം നമ്മുടെ മുമ്പിൽ പലരും കളിയാക്കി പറയുന്ന പോലെ, പരിഹസിക്കുന്നത് പോലെ ഫാഷിസം തലക്ക് മുകളിലല്ല നമ്മുടെ മുറ്റത്ത് വന്ന് നിന്നിട്ടുണ്ട്. നമ്മുടെ വഖഫ് സ്വത്തിന്മേൽ കയറി വന്നിട്ടുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങളെ തടയിടാൻ അവർ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ നിയമങ്ങൾ ഇന്ത്യ കൊണ്ടുവരുന്ന നിയമമാണ്. ഇന്ത്യ രാജ്യം ഒരു നിയമം പാസാക്കിയാൽ അനുസരിച്ചേ പറ്റൂ. അത് ലംഘിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം നമ്മുടെ പാരമ്പര്യമല്ല. നിയമം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു പൗരൻ അംഗീകരിക്കേണ്ട കാര്യമാണ്. നിയമനിർമ്മാണ സഭയിൽ അംഗങ്ങൾ ഇവിടെയുണ്ട്, അവർ സന്ദർഭത്തിനൊത്ത് പൊരുതും. അതുപോലെ തന്നെ നിങ്ങൾ നോക്ക്, ഇന്ത്യ മഹാരാജ്യത്ത് ഈ വഖഫിന്റെ വിഷയം വരുമ്പോ പാർലമെന്റിൽ അതിശക്തമായി ശബ്ദിക്കാൻ മുസ്ലിം സമൂഹത്തിന്റെ പ്രതിനിധികളെ പറഞ്ഞേക്കാൻ കഴിഞ്ഞവരാണ് നിങ്ങൾ. ആ പ്രതിനിധികൾ ചെയ്യുന്ന ദൗത്യത്തിന്റെ പ്രാധാന്യത സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ വലിയ പ്രസ്ഥാനം വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതിന്റെ
ഒരുപാട് തെളിവുകൾ നമ്മുടെ മുമ്പിൽ കൃത്യമായി നമുക്ക് പറയാൻ കഴിയും. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ തീരുമാനങ്ങൾ പോലും നിങ്ങൾ നോക്കൂ. ഈ വിഷയത്തിൽ പൂർവ്വകാലത്ത് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ ചെയ്ത പ്രവർത്തനങ്ങൾ നോക്കൂ. സമത്വക്ക് ഒരു നയപ്രഖ്യാപനത്തിന്റെ പുതിയ ആവശ്യമില്ല. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ നയങ്ങളൊക്കെ നേരത്തെ പ്രഖ്യാപിച്ചതും സമൂഹത്തിന് ബോധ്യപ്പെട്ടതുമാണ്. എന്നാൽ എന്റെ പ്രിയ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പ് 2009 ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നില്ലേ? ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഈ മണ്ഡലത്തിൽ അഥവാ പൊന്നാനി നിയോജക മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി വന്നപ്പോൾ സമത്വയുടെ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഒരു പ്രചരണം ആരോ നടത്തി. സമത്വ നടത്തിയതല്ല. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ അത്തരം ഒരു പ്രവർത്തനം നടത്താറില്ല. അങ്ങനെ ആ പ്രചരണം കൊടുമ്പിരിക്കൊണ്ട സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, കോഴിച്ചനയിൽ വെച്ചൊരു സമ്മേളനം നടന്നു സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ബാനറിൽ. ആ സമ്മേളനം സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കളാണ് സംഘടിപ്പിച്ചത്. ഞാനതിൽ പ്രസംഗിച്ച വ്യക്തിയാണ്. അന്നവിടെ ബഹുമാനപ്പെട്ട ബാപ്പു മുസ്ലിയാരും MT അബ്ദുള്ള മുസ്ലിയാരും പ്രാർത്ഥനയ്ക്ക് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളും വന്നു. അവർ പ്രസംഗിച്ചു. ചെറുശ്ശേരി ഉസ്താദാണ് മനോഹരമായ ഒരു പ്രഭാഷണമാണ് നിർവഹിച്ചത്. അന്ന് നമ്മുടെ മഹാന്മാരായ നേതാക്കൾ സംഘടിപ്പിച്ച ആ സമ്മേളനത്തിന്റെ പേര്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരാ നയപ്രഖ്യാപന സമ്മേളനം. എന്തിനായിരുന്നു അത്? ഈ ഒരു പ്രശ്നകലുഷിതമായ അന്തരീക്ഷത്തിൽ, ആ പ്രശ്നം സമൂഹത്തിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഒരു സമ്മേളനം സംഘടിപ്പിച്ചുകൊണ്ട് ഫാഷിസത്തെ എതിർക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സമ്മതിദാനാവകാശം വിനിയോഗിക്കണം എന്ന് അവിടെ വെച്ച് പ്രസംഗിച്ചത് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദാണ്. കയ്യിന്റെ വിരൽ ഇങ്ങനെ കാണിച്ചുകൊണ്ട് വോട്ട് ഇവിടെയാണല്ലോ കുത്തുക. അദ്ദേഹം പറഞ്ഞു, മൻ റആ മുൻകറൻ ഫൽയുഅയ്യിറുഹു ബിയദിഹി. അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണ്. അതിന്റെ അർത്ഥം ശരിക്കും നിങ്ങൾ വോട്ട് കുത്തി ഫാഷിസത്തെ പരാജയപ്പെടുത്തണം. എന്തിനാ സമത്വ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടില്ലല്ലോ. ഈ ഫാഷിസം തലക്ക് മീതെ വരുമ്പോ അതിനെതിരെ കൃത്യമായി നിലപാടെടുക്കുകയും, ആ സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങൾ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മിനിറ്റ്സ് പരിശോധിച്ചു നോക്കൂ. ബഹുമാനപ്പെട്ട MT ഉസ്താദ് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല, ആ പരിശോധന നിങ്ങൾ നടത്തിയാൽ മിനിറ്റ്സിൽ പോയി നിങ്ങൾക്ക് അത് കാണാം. അതിലെന്താണ് കാണാൻ കഴിയുന്നത്? ബാപ്പു മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തീരുമാനിക്കാൻ വേണ്ടി മാത്രം ഒരു മുശാവറ യോഗം സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ ചേർന്നു. അത് തീരുമാനിക്കാൻ വേണ്ടി മാത്രം. കോഴിച്ചനയിലെ നയപ്രഖ്യാപന സമ്മേളനം നടത്താൻ വേണ്ടി മാത്രം ഒരു സമ്മേളനം മുശാവറ വിളിച്ചു ചേർക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം എത്രയുണ്ട്. എന്നിട്ട് നമ്മൾ ഈ വിഷയം ആരോടെങ്കിലും പറഞ്ഞാൽ, നമ്മൾ എവിടെയെങ്കിലും എന്ന് പറഞ്ഞാൽ, ഉടനെ തന്നെ ഇവര് പറയും ഫാഷിസം തലക്കുമീതെ വരുന്നു എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ഒരു സംഘടനയാണ്, ഒരു പ്രസ്ഥാനമാണ്. അത് പറയുന്ന പേടിപ്പെടുത്തുന്ന ഒരു പ്രസ്ഥാനമാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ. സുന്നി മഹല്ല് ഫെഡറേഷൻ ഉത്തരവാദപ്പെട്ട പ്രവർത്തനങ്ങളെ നടത്തിയിട്ടുള്ളൂ. മഹല്ലുകളിൽ വൈവാഹിക ബന്ധം തകരുന്നതിനെതിരെ പ്രീമെറിറ്റൽ കോഴ്സ് കൊണ്ടുവന്നു. കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു എങ്ങനെ ഒരു കുടുംബത്തിൽ പെരുമാറണം, എങ്ങനെയായിരിക്കണം ഭാര്യാഭർത്തൃ ജീവിതം. അതിന്റെ സൈക്കോളജിക്കൽ സൈഡ് മുതൽ കൃത്യമായി അവർക്ക് ബിഹേവിയർ സൈക്കോളജി അടക്കം പഠിപ്പിച്ചു കൊടുക്കുന്ന സംവിധാനം ഉണ്ടാക്കി. സർക്കാർ പോലും അത് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിങ്ങൾ കണ്ടോ? വളരെ മനോഹരമായി നടന്നുകൊണ്ടിരിക്കുന്നു. വഖഫിനെ കുറിച്ച് കൃത്യമായി സമൂഹത്തിൽ ഉത്ബോധന നടത്തി. രേഖകൾ എന്തൊക്കെ വേണമെന്നതിനെ കുറിച്ച് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു. മഹലിന്റെ ഭരണം എങ്ങനെയായിരിക്കണമെന്ന് സമൂഹത്തിൽ വളരെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്തു. ഇതാണ് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴ്ഘടകം ചെയ്തത്. നമ്മുടെ സൊസൈറ്റിയിലെ ബഹുഭൂരിപക്ഷം കുട്ടികളും ചെറിയ മതപഠനം മാത്രം നടത്തിയവരാ. 5ാം ക്ലാസ്സിൽ പഠിക്കും പുറത്തു പോകും, 7ാം ക്ലാസ്സിൽ പഠിക്കും പുറത്തു പോകും. 12 വയസ്സ് വരെ മതം പഠിച്ചു നിർത്തുന്ന ഒരു തലമുറക്ക് ദീനീബോധമില്ലാത്തതിന്റെ ഗതികേട് നമ്മൾ കാണുന്നുണ്ട്. മയക്കുമരുന്ന് പിടിക്കപ്പെടുമ്പോൾ നമ്മുടെ കുട്ടികൾ, വൃത്തികേട് ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾ, മുസ്ലിമായ ചെറുപ്പക്കാരൻ ഉമ്മയെ അറുത്തു കൊന്ന അനുഭവം കോഴിക്കോട് ജില്ലയിൽ, നമ്മുടെ ഈ ജില്ലയിൽ പോലും മയക്കുമരുന്നിന്റെ കരിയർമാരായി പിടിക്കപ്പെടുന്ന മുസ്ലിം കുട്ടികൾ. ഇതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് സുന്നി മഹല്ല് ഫെഡറേഷൻ ചിന്തിച്ചപ്പോൾ അതിനാണ് അവരെ വിളിച്ചു വരുത്തി ഉത്ബോധന ക്ലാസുകൾ. അതാണ് നമ്മൾ പഴയ ഭാഷയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്വദേശി ദർസ്. അല്പമെങ്കിലും ഒരു പണ്ഡിതന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പഠിക്കുക, ആ പണ്ഡിതന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ചെയ്യണം എന്നാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ തീരുമാനിച്ചത്. അതുപോലെ തന്നെ ഈ പരിശുദ്ധ റമദാൻ വരുന്നു. 30 ദിവസവും നിങ്ങൾ എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് കൃത്യമായ ചാർട്ട് ഓഫീസിൽ നിന്ന് എല്ലാ സ്ഥലത്തേക്കും അയച്ച എല്ലാ പള്ളിയിലും വിഷയങ്ങൾ കൃത്യമായി 30 എണ്ണം നിർണയിച്ചുകൊണ്ട് ആ 30 വിഷയങ്ങളിൽ സമൂഹത്തെ ഉത്ബോധിപ്പിക്കണം. ഇത്ര കൃത്യമായി ധാർമ്മികത നിലനിർത്തുവാനും കൗടുംബിക സംവിധാനം കെട്ടുറപ്പുള്ളതാക്കുവാനും ചെറുപ്പക്കാർ മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും പോകുന്ന തടയുവാനും ഉത്ബോധനങ്ങളും പ്രവർത്തനങ്ങളുമായി ഉലമാക്കളും ഉമറാക്കളും കൈകോർത്ത് പിടിച്ചു നിൽക്കുന്ന സംവിധാനമാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ. ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ഇന്ന് ആവശ്യം ഉന്നത വിദ്യാഭ്യാസമാണെങ്കിൽ മതബോധത്തോടെയുള്ള ഉന്നത വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗത്തെ പ്രബോധകരാക്കി ചെറുപ്പക്കാരെ പറഞ്ഞയക്കുന്നു. ഞാൻ 3 ദിവസം മുമ്പ് അബുദാബിയിൽ
അബുദാബിയിൽ പ്രിയപ്പെട്ട റീഡ് ഇംഗ്ലീഷ് സ്കൂൾ എന്ന് പറയുന്ന ഉദവികൾ നടത്തുന്ന സ്ഥാപനം സന്ദർശിച്ചു. 34 രാജ്യത്തെ കുട്ടികളാണ് വന്ന് പഠിക്കുന്നത്. 34 രാജ്യങ്ങളിലെ കുട്ടികൾ, വിവിധ രാഷ്ട്രത്തിലെ മക്കൾ അവിടെ വന്നിട്ട് വിവിധ സിറ്റിസൺസ് അവർ പഠിക്കുന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമാ. അതൊരു വല്ലാത്ത പ്രബോധനമല്ലേ? അത് സമസ്ത കേരള ജമിയത്തിലേക്ക് അഭിമാനമല്ലേ? ഈ അഭിമാനകരമായ പ്രവർത്തനത്തിന് ദാറുൽ ഹുദ അവിടെ നിന്നത് എന്തുകൊണ്ടാ? ഉലമാ ഉമറ കൂട്ടായ്മ കൊണ്ടാണ്. അത് സമത്വയുടെ സ്ഥാപനമാണ്. അത് സമത്വയുടെ മാർഗത്തിൽ നിന്ന് ഒരിക്കലും വ്യതിരിച്ചു പോകുന്ന പ്രശ്നമേ ഇല്ല. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു കാതൽ. അങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നമുക്ക് തന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്. അത് ഉലമാ നമുക്ക് ആ ഉത്ബോധനം തന്നത് കൊണ്ടുണ്ടായതാ. ഹൈദ്രോസ് മുസ്ലിയാരുടെ ഉത്ബോധനം, എം ബഷീർ മുസ്ലിയാരുടെ ബുദ്ധിവൈഭവം, വാപ്പുട്ടി ഹാജി എന്ന് പറയുന്ന സേവന സജ്ജനായ ഒരു മനുഷ്യൻ അവർക്കൊപ്പം നിന്നു. വലത്തും എടുത്തും ബഹുമാനപ്പെട്ട സി എച്ച് ഹൈദ്രോസ് മുസ്ലിയാർ, എം ബഷീർ മുസ്ലിയാർ നിൽക്കുമ്പോ ആ രണ്ടുപേരുടെ ഉപദേശം പ്രാവർത്തികമാക്കാൻ വാപ്പുട്ടി ഹാജി എന്ന മനുഷ്യൻ മുമ്പിൽ നടന്നുപോയി. അവർക്ക് പ്രചോദനം നൽകി പാണക്കാട് കുടുംബം. പാണക്കാട് കുടുംബത്തിന്റെ ഒരു മഹത്വം കേരളത്തിൽ അതിപ്രധാനം തന്നെയാ, ഒരു തർക്കവും വേണ്ട. കാരണം കേരളീയ മുസ്ലിം ഉമ്മത്തിന് ഒരു കാലത്ത് നേതൃത്വം കൊടുത്തിരുന്ന വലിയ തങ്ങൾ തറവാടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മമ്പറം വലിയുല്ലാഹി ഖുത്ബുസ്സമാൻ സയ്യിദ് അലവി തങ്ങളുടെ തറവാട്. മമ്പറത്തെ തങ്ങൾ സമൂഹത്തിന്റെ വലിയ നേതാവായിരുന്നു. അദ്ദേഹമാണ് സമൂഹത്തിന് കൃത്യമായ സൈഫുൽ ബത്താർ അലാ മയ്യുവാലിൽ കുഫാർ വയത്തഖിദുഹും മിൻ ദൂനില്ലാഹി വൽ മുഅ്മിനീന അൻസാർ എന്ന ദീർഘമായ അദ്ദേഹത്തിന്റെ ഫത്വ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഈ സമൂഹത്തിൽ ബ്രിട്ടനെതിരെ, വൈദേശിക അധിനിവേശികൾക്കെതിരെ സമൂഹത്തിന്റെ മനസ്സുകളെ ശരിക്കും പ്രകമ്പനം കൊള്ളിച്ചത് ആ മഹാനായ മനുഷ്യന്റെ മഹാനായ വ്യക്തിത്വത്തിന്റെ പ്രിയപ്പെട്ട പുത്രൻ സയ്യിദ് ഫദ്ൽ പൂക്കോയ തങ്ങൾ. ആ ഫദ്ൽ പൂക്കോയ തങ്ങളാണ് ഉദ്ദത്തുൽ മറാഇ വൽ ഹുകാം ലി ഇഹാനത്തിൽ കഫറത്തി വഅബദത്തിൽ അസ്നാം എന്ന് പറയുന്ന ബ്രിട്ടനെതിരെയുള്ള ഉപ്പാന്റെ എല്ലാ ഫത്വകളും ക്രോഡീകരിച്ചുകൊണ്ട് മറ്റൊരു ഗ്രന്ഥം തയ്യാറാക്കിയത്. ആ ഗ്രന്ഥം ബ്രിട്ടീഷുകാരുടെ ഉറക്കം കെടുത്തുന്നു, മലബാറിലെ മക്കളെ സമരസജ്ജരാക്കുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് കലക്ടർ കനോലി സാഹബ് അദ്ദേഹത്തെ നാട് കടത്താൻ ഉത്തരവിട്ടത്. എന്നെ നാട് കടത്തിയാൽ സമൂഹം പ്രശ്നമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കി അദ്ദേഹം രഹസ്യമായി സ്വയം നാട് കടന്നുപോയി. അദ്ദേഹം അവസാനം അന്ത്യവിശ്രമം കൊള്ളുന്നത് ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ കേന്ദ്രമെന്നറിയപ്പെടുന്ന ഇസ്തംബൂളിലാണ്. അദ്ദേഹത്തിന്റെ ഖബർ സന്ദർശിച്ചിട്ടുണ്ട്. അവർ വളരെ പ്രാധാന്യത്തോടു കൂടി ഫദ്ൽ പാഷ എന്ന് പേരിട്ടുകൊണ്ട് ആ നഗരമധ്യത്തിൽ VIP ഖബറിടത്തിൽ അദ്ദേഹത്തെ ഖബറടക്കിയിരിക്കുന്നു. ആ രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, ആ മഹാനായ തങ്ങൾ ഇവിടുന്ന് പോയപ്പോൾ ഒരു ശൂന്യത വന്നു. ആ ശൂന്യതയിലാക്കായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല മലപ്പുറത്തെ പാണക്കാട്ട് സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങളെ കൊണ്ടുവന്നത്. വളപട്ടണത്ത് നിന്ന് വന്ന പരമ്പരയിൽ ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ വലിയ സ്വാതന്ത്ര്യ സമര പോരാളിയാണ്. അദ്ദേഹം ഇതേ ദൗത്യം മമ്പറത്ത് തങ്ങളുടെ അതേ ദൗത്യം ഏറ്റെടുത്തു. ആ ദൗത്യം ഏറ്റെടുത്തപ്പോൾ ജനകീയമായി അദ്ദേഹത്തിന്റെ തറവാട് എല്ലാ സയ്യിദന്മാരും ബഹുമാനിക്കപ്പെടേണ്ടവരാ. ഈ സദസ്സിലും ഈ സ്റ്റേജിലും സയ്യിദന്മാരുണ്ട്. ഒക്കെ റസൂലുള്ളാഹി തങ്ങളുടെ പേരക്കുട്ടികളാ. എല്ലാവർക്കും സ്ഥാനമുണ്ട്. എല്ലാവരെയും മാനിക്കേണ്ടതാണ്. സമത്വയുടെ പ്രസിഡന്റും ഒരു സയ്യിദാണ്. അതുപോലെ തന്നെ നമ്മുടെ സംഘടനയിലും ഒരുപാട് സയ്യിദന്മാരുണ്ട്. എല്ലാവരും സയ്യിദന്മാരെന്ന രീതിയിൽ ആദരണീയരാണ്, ബഹുമാനീയരാണ്, തർക്കമില്ല. പക്ഷെ ഒരു ജനകീയത എന്ന് പറയുന്ന മറ്റൊന്നുണ്ട്. ജനം നെഞ്ചേറ്റുക എന്ന് പറയുന്ന ഒരു സംഗതി വേറെയുണ്ട്. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതര് പറഞ്ഞത് അതൊരു വല്ലാത്ത സംഭവമാണ്. ഈ ജനകീയമായ സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സ്വാതന്ത്ര്യ സമര പോരാളിയായ ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ എന്ന് പറയുന്ന മനുഷ്യൻ സയ്യിദ് ഫദ്ലിന് ശേഷം നമ്മുടെ സമൂഹത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത ആളാ. അവിടുന്ന് അങ്ങോട്ട് ആ കുടുംബത്തിന്റെ പ്രയാണമാണ്. മറ്റൊന്ന് ആ കുടുംബത്തിന്റെ സേവന സജ്ജത. കോലായി ചൊവ്വാഴ്ച ചോദിച്ചു കൊടുത്തുകൊണ്ട് ആ പ്രദേശം മുഴുവൻ ആളുകൾക്ക് കയറിയിരിക്കാനും ചായ കുടിക്കാനും പ്രശ്നം തീർക്കാനും കോടതികൾ പോലും ആ കേസുകൾ റഫർ ചെയ്തുകൊണ്ട് ആ കോലായിൽ വെച്ച് തീർത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, മലപ്പുറം കോടതിയിൽ ഒരു പ്രശ്നം രൂക്ഷമായ സമയം, ഒരു ദാമ്പത്യ പ്രശ്നം രൂക്ഷമായി അവസാനം ഹൈക്കോടതിയിലെത്തി. രണ്ടു കൂട്ടരും നല്ല സമ്പന്നരായ ആൾക്കാരാ. വാശി പിടിച്ച് കേസ് നടത്തി. ഏത് വാശിക്കും ഒരു അന്ത്യമുണ്ട്. കേസ് തീരുന്നില്ല. പ്രഗത്ഭരായ വക്കീലുമാർ അപ്പുറത്തും ഇപ്പുറത്തും ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ പ്രശ്നം ചർച്ച ചെയ്തുകൊണ്ട് കോടതി നീട്ടിവെച്ച് പിന്നെയും നീട്ടിവെച്ച് ചർച്ച നീണ്ടുപോകുന്നു. ഒരു വിധി പറയാൻ പോലും കഴിയുന്നില്ല. അപ്പോഴാണ് അവരോട് കോടതി ചോദിച്ചു, നിങ്ങളിത് സെറ്റിൽമെന്റിന് തയ്യാറാണോ? ചോദിച്ചതാരാ? ജസ്റ്റിസ് കുര്യൻ ജോസഫ്. അദ്ദേഹം ചോദിച്ചു, സെറ്റിൽമെന്റിന് തയ്യാറാണോ? അതെ. അങ്ങനെ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ തയ്യാറാണ്, കാരണം മടുത്തിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ രണ്ടു കൂട്ടരും സെറ്റിൽമെന്റ് ചെയ്യാൻ ഒരാൾ എഴുതി തരണം. ഹാറൂൺ റഷീദ് എന്ന ജഡ്ജി ഉണ്ട്, ഇപ്പുറത്ത് കുര്യൻ ജോസഫ് ഉണ്ട്. ഹാറൂൺ റഷീദും കുര്യൻ ജോസഫും ഇരുന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ആൾ എഴുതി തരുമോ? സെറ്റിൽമെന്റിന് കോടതി കാര്യങ്ങൾ മൂവ് ചെയ്യാമെന്ന് പറഞ്ഞു. രണ്ടു കൂട്ടരും എഴുതി കൊടുത്തു. വായിച്ചു നോക്കുമ്പോൾ രണ്ടും ഒന്നാണ്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കേസ് അങ്ങോട്ട് റെഫർ ചെയ്തു. കേരള ഹൈക്കോടതി നിന്ന് കുര്യൻ ജോസഫ് റെഫർ ചെയ്ത ആ കേസിന്റെ നമ്പർ അടക്കം ശിഹാബ് തങ്ങളുടെ സ്മരണികയിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. കുടുംബത്തിന്റെ പേരുണ്ട്. ഞാനത് പറയാതിരിക്കുകയാണ്. ആ ലേഖനത്തിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ രാത്രി കൊണ്ട്
കാലങ്ങളോളം നടന്ന കേസ് ബഹുമാനപ്പെട്ട തങ്ങൾ ഇരുത്തി പറഞ്ഞയച്ചുകൊണ്ട് രണ്ടു കൂട്ടരെയും തിരിച്ചയച്ചു. ആ ഭാര്യാഭർത്തൃ ബന്ധം തുറന്നു പോകാൻ അദ്ദേഹം ഉത്തരവിട്ടു. എത്ര മനോഹരം! കോടതികൾക്ക് പോലും കഴിയാത്ത സംഗതി ഒറ്റയടിക്ക് തങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞത് അള്ളാഹു കൊടുക്കുന്ന ഒരു തൗഫീഖാണ്. ഭിന്നതയല്ല അവിടുത്തെ പാരമ്പര്യം. ആ പാരമ്പര്യം ഹൈദർ അലി ശിഹാബ് തങ്ങൾ തുറന്നു. ആ പാരമ്പര്യം അവിടെ നിന്നിങ്ങോട്ട് പിന്നെ തുടർന്നു വരുന്നു. സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കേരളത്തിലെ മുസ്ലിം സംഘടനകളെ മുഴുവൻ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോ ഒരു വേദിയിൽ വിളിച്ചിരുത്താൻ ബഹുമാനപ്പെട്ട തങ്ങൾക്ക് കഴിയും. അത് ആ കുടുംബത്തിന്റെയും ആ നേതൃത്വത്തിന്റെയും ഒരു മഹത്വമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വം അവരുടേതായ ധർമ്മം നിർവഹിക്കുന്നു. വിധേയ പ്രസ്ഥാനക്കാർ അവരുടെ പ്രവർത്തനം നടത്തുന്നു. രാഷ്ട്രീയ പാർട്ടി അതിന്റെ പ്രവർത്തനം നടത്തുന്നു. പക്ഷെ ഒരു പൊതുപ്രശ്നം വരുമ്പോ നമ്മളെല്ലാവരും ഒന്നായിരിക്കും. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ കോഴിക്കോട്ട് വെച്ച് 1984 ശരീഅത്ത് സമ്മേളനം നടത്തി. 55 ശരീഅത്ത് സമ്മേളനം നടത്തി. കൃത്യമായ ഡേറ്റ് നമ്മൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 1985 ജൂൺ 14 കോഴിക്കോട്ട് സമ്മേളനം നടന്നത്. പങ്കെടുത്ത കാരണവന്മാർ പലരും ഉണ്ടാകും. ശംസുലമയുടെ പ്രസംഗം നമ്മളൊക്കെ കേട്ടതാ. ആ മഹാൻ എല്ലാ വിഭാഗത്തെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഇത് മുസ്ലിങ്ങളുടെ പൊതുപ്രശ്നമാണെന്ന് പറഞ്ഞ് പ്രസംഗിച്ചു. അങ്ങനെ അദ്ദേഹം ആ സമൂഹത്തെ സജ്ജമാക്കി. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോഡിയായ, ഈ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ പ്രധാന ബോഡിയായ പേഴ്സണൽ ലോ ബോർഡിന്റെ അധ്യക്ഷനായിരുന്ന ബഹുമാനപ്പെട്ട മൗലാന അബുൽ ഹസൻ അലി നദ്വി സാഹിബിന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് കോഴിക്കോട്ട് സംഘടിപ്പിച്ച മഹാസമ്മേളനത്തിൽ ശംസുലമ പ്രസംഗിച്ചു. എല്ലാവരും ഉണ്ടായിരുന്നു. അന്ന് ചിലർ പറഞ്ഞു ആദർശം ചോർന്നുപോയി എന്ന്. അവര് പോലും ഇന്ന് ആ അഭിപ്രായം പറയുന്നില്ല. അവര് പോലും ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ പൊതുപ്രശ്നത്തിൽ മുസ്ലിങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്ന് ഉറപ്പിച്ചു പറയുന്നു. ആ സമയത്ത് നമ്മുടെ സമുദായത്തിൽ ഉണ്ടാകുന്ന ഛിദ്രത ആർക്കാണ് വളം വെച്ചു കൊടുക്കുന്നത് എന്ന് ഒരു നിമിഷമെങ്കിലും നമ്മൾ ചിന്തിക്കണ്ടേ? ആരെയും കുറ്റപ്പെടുത്തണ്ട. സമത്വ ഒരു വലിയ പ്രസ്ഥാനമാണ്. ഒരു തർക്കവും ആ കാര്യത്തിലില്ല. സമത്വ നയിച്ച നവോത്ഥാന വിപ്ലവത്തെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് സുന്നിയമാലിന്റെ ഫെഡറേഷന്റെ ക്ലാസ്സുകളിലും ക്യാമ്പുകളിലുമായി സമത്വയുടെ ആദർശം സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കാൻ തന്നെയാണ് തീരുമാനം. ആ ദൗത്യ നിർവഹണം സമൂഹത്തിൽ കൃത്യമായി നിർവഹിക്കാൻ ഉലമാക്കളും ഉമറാക്കളും സജ്ജമായി കഴിയുമ്പോൾ നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ബാഹ്യശക്തികൾ പോകേണ്ടി വരും. ഈ ബാഹ്യശക്തികളുടെ പ്രേരണക്കാരെങ്കിലും വഴങ്ങിയിട്ടുണ്ടെങ്കിൽ തിരുത്തേണ്ടി വരും. ശുഭോദർക്കമായ ഒരു കാര്യം ഇന്നത്തെ പത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ആ വാർത്തയിൽ പറയുന്നത് എല്ലാ പ്രശ്നങ്ങളും മേശപ്പുറത്ത് തീർക്കും. അതാണ് പ്രധാനം. മാത്രമല്ല, ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത് അത് തീർക്കാൻ നമ്മുടെ ആലിമീങ്ങളുണ്ട്, മതിയായ നേതൃത്വമുണ്ട്. പാകതകളോ അപാകതകളോ കാണുമ്പോൾ അതിനനുസരിച്ച് പ്രതികരിക്കേണ്ടത് എങ്ങനെയാ? ചിലപ്പോൾ മേശപ്പുറത്തിരുന്നു കൊണ്ട് വട്ടമേശയിൽ ഒറ്റയ്ക്ക് റൂമിൽ ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്യേണ്ട വിഷയമുണ്ടാകും. അത് നമ്മൾ അറിഞ്ഞോളണമെന്നില്ല. ഇതിന്റെ നേതൃത്വം പറയും നിങ്ങൾ ഇങ്ങനെ ചെയ്തോ. സമത്വ പറഞ്ഞാൽ നമ്മൾ അത് അംഗീകരിക്കും. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കും. അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയും അംഗീകരിക്കും. സമത്വ പറഞ്ഞാൽ സമത്വക്കാരും അംഗീകരിക്കും. ഒരു തർക്കവുമില്ല. ചർച്ച തുറന്നു കൊണ്ടുപോകുന്നു. ഇനി എന്തെങ്കിലും അപാകതകൾ എവിടെയെങ്കിലും കണ്ടാൽ എന്താ ചെയ്യേണ്ടത്? മഹാന്മാരായ സൂഫിയാക്കൾ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? നമ്മൾ വേദിയിൽ കയറി ആക്ഷേപം നടത്തി നമ്മൾ തമ്മിൽ ഭിന്നതയുണ്ടെന്ന് സമൂഹത്തിൽ പരസ്യമായി അറിയിക്കലാണോ? ആ ഉപദേശമാണ് നിയ്യത്ത് നല്ലതാണെങ്കിൽ അന്തകൂനൻ നസീഹത്തു സിർറൻ എന്ന് പറഞ്ഞിട്ടില്ലേ? നസീഹത്താണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, നുസ്ഹാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അദ്ദീനു അന്നസീഹ. നമ്മൾ ഒരാളോട് പറയേണ്ടത് അയാളെ മോശമാക്കുന്ന രീതിയിലല്ല. അന്തകൂന ബിലുത്ഫിൻ, അത് വളരെ ലുത്ഫോട് കൂടി മാർദ്ദവത്തോട് കൂടി ആയിരിക്കണം. മാത്രമല്ല, നമ്മൾ ഒരാൾക്ക് നന്മയാണ് കാംക്ഷിക്കുന്നതെങ്കിൽ അന്തകൂന ബിലിസ്തിഅലാഇൻ, ഒരു മേധാവിത്വ മനോഭാവത്തോട് കൂടിയല്ല പറയേണ്ടത് എന്ന് തസൗഫിന്റെ പണ്ഡിതന്മാർ മനോഹരമായി പഠിപ്പിച്ചിട്ടുണ്ട്. ആലിമീങ്ങളോട് ഇരിക്കുന്നത് കൊണ്ട് ഞാനത് പറയേണ്ട കാര്യമില്ലല്ലോ. എങ്ങനെയാണ് നമ്മളൊരു കാര്യം കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഓരോന്നിനുമുള്ള അദബുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അദബാണ് സമൂഹത്തിൽ ഏറ്റവും പ്രധാനം. ഇജ്അൽ അമലക മിൽഹൻ വ അദബക ദഖീഖ എന്ന് തസൗഫിന്റെ പണ്ഡിതന്മാർ ബേസിക്കലായി പറഞ്ഞ എന്തിനാ? നമ്മുടെ അമല് നിങ്ങൾ എത്ര കുറഞ്ഞാലും ശരി അദബ് കൂടുതൽ വേണം. അമലിനേക്കാൾ കൂടുതൽ വേണ്ടത് അദബാണ്. നിർബന്ധ അമൽ ചെയ്യരുത് എന്നല്ല അതിന്റെ അർത്ഥം. മാത്രമല്ല, മഹാന്മാര് പറഞ്ഞു ലികുല്ലി വഖത്തിൻ ആദാബുൻ, ഓരോ സന്ദർഭത്തിൽ ഓരോ അദബ് ഉണ്ടാവും. പറയേണ്ടതേ പറയേണ്ട സമയത്ത് പറയാവൂ. എല്ലാം പറയേണ്ടതായിരിക്കും, എല്ലാം സത്യമായിരിക്കും. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ആദാബുണ്ട്. വലികുല്ലി ഹാലിൻ ആദാബുൻ, ചില അവസരങ്ങൾക്ക് ചില അദബുകളുണ്ട്. വലികുല്ലി മഖാമിൻ ആദാബുൻ, ചില സന്ദർഭത്തെ പോലെ തന്നെ ചില സ്ഥലത്ത് പറയേണ്ടതേ പറയാവൂ. പഴയ കാരണന്മാര് പറയും ഇന്നതിന് ഇന്നത്, ഇന്നവരോട് ഇന്നത്, ഇന്നപ്പ ഇന്നത് എന്നൊക്കെയുണ്ട്. വഫമൻ ലസിമൽ അദബ ബലഅ മബ്ലഅ അർറിജാൽ എന്നാണ്. ഈ അദബ് പാലിച്ചാൽ ഉന്നതമായ സ്ഥാനത്ത് ആളുകൾ എത്തും. ഇനി ആരെങ്കിലും ഇത് പാലിച്ചില്ലേ, വമൻ ഹറമൽ അദബ ഫഹുവ ബഈദും മിൻ നഹതി യظن القرب
ഒരു അടുപ്പം സിദ്ധിക്കുമെന്ന് ചിന്തിക്കുന്ന സ്ഥലത്തുനിന്ന് അവൻ അകറ്റപ്പെടുകയും മർദൂദും മിൻ ഹൈസു യദുന്നുൽ ഖബൂൽ, സ്വീകാര്യത കിട്ടാതെ പുറന്തള്ളപ്പെടുകയും ചെയ്യും. സമത്വക്കൊരു സ്വീകാര്യതയുണ്ട്. ഏത് വ്യക്തിയോട് സമത്വ എന്ന് പറഞ്ഞാലും അയാൾക്ക് അതിനൊരു മതിപ്പുണ്ട്. അമുസ്ലിങ്ങൾക്ക് പോലും സമത്വയോടൊരു മതിപ്പുണ്ട്. നിങ്ങൾക്കറിയോ, നമ്മുടെ ഈ ജില്ലയിൽ വെന്നിയൂരടുത്ത് ഒരു പാറുക്കുട്ടിയമ്മ മദ്രസക്ക് വഖഫ് ചെയ്ത സ്വത്തുണ്ട്. ആ വഖഫ് സ്വത്തിലാണ് മദ്രസ നടത്തുന്നത്. പാറുക്കുട്ടിയമ്മ എന്തിനാ വഖഫ് ചെയ്തത്? ദീൻ പഠിപ്പിച്ചോട്ടെ എന്ന് കരുതിയിട്ടാ. എത്രയോ അമുസ്ലിങ്ങൾ തന്നിട്ടുണ്ട്. പണ്ഡിതന്മാരെ മാനിച്ചിരുന്ന അമുസ്ലിങ്ങളുണ്ട് ഇവിടെ. അതൊരു സൗഹൃദത്തിന്റെ പാരമ്പര്യമാണ്. ഒരു മദ്രസയും കേരളത്തിൽ വർഗീയത വളർത്തിയിട്ടില്ല. നമ്മളാരും സമൂഹത്തെ ഭിന്നിപ്പിച്ചിട്ടില്ല. ഈ വേദിയിൽ എത്ര ഉമറാക്കൾ, ഇബ്രാഹിം ഹാജിയെ പോലെയുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ഇട്ട് ഇത് സംഘടിപ്പിക്കാൻ വേണ്ടി ഓടി വരുന്നത്. അദ്ദേഹം സുപ്രഭാതത്തിന്റെ ഡയറക്ടറാണ്. അദ്ദേഹം അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. എന്നിട്ട് പോലും ഈ സമ്മേളനത്തിന് SMF മുമ്പിൽ നിൽക്കുമ്പോൾ അതിന്റെ കരുത്ത് ശരിക്കും പ്രദേശം അനുഭവിക്കുന്നുണ്ട്. അദ്ദേഹം സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശം അനുസരിച്ചുകൊണ്ട് കൃത്യമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞോളൂ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഇന്നതാണ്, എന്നാൽ സമത്വയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനമാണ്. ഞങ്ങളൊക്കെ പല ചർച്ചയിലും ഇരിക്കുമ്പോൾ അദ്ദേഹം പറയാറുണ്ട്, സമത്വക്ക് ഒരു പോറലേൽക്കാൻ പാടില്ല. നമ്മുടെ ഈ മനസ്സങ്ങനെയാണ്. കാരണം സമത്വക്ക് പോറലേറ്റാൽ അത് നമ്മുടെ മദ്രസകളെ ബാധിക്കും, പള്ളികളെ ബാധിക്കും, ഉമ്മത്തിനെ ബാധിക്കും. വളരെയധികം ഈ സമൂഹം ആറ്റുനോറ്റ് കൊണ്ടു നടക്കുന്ന ഈ ആദർശം നമ്മുടെ സമൂഹത്തിന്റെ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കാൻ ആര് ശ്രമിച്ചാലും, ഈ സ്നേഹബന്ധം തകർക്കാൻ ആര് ശ്രമിച്ചാലും, സുന്നി മഹല്ല് ഫെഡറേഷൻ സമത്വയുടെ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് ഭിന്നത കൊണ്ടുവരുന്നവർക്കെതിരെ ശക്തമായ ഉത്ബോധനം നടത്തുക തന്നെ ചെയ്യുമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട്, ഒരുപാട് ആളുകൾ പ്രസംഗിക്കാനുള്ളത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പ്രസംഗിക്കാനുണ്ടെങ്കിലും ഇത് സുന്നി മഹല്ല് ഫെഡറേഷന്റെ തുടർ യോഗങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ്. നമുക്ക് പിന്നെയും ആകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, അള്ളാഹു ഈ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഐക്യത്തോടെ, ഒരുമയോടെ സമത്വയുടെ അഹ്ലുസ് സുന്നത്ത് ജമാഅ എന്ന ആദർശം ഉയർത്തിപ്പിടിക്കാനും അങ്ങനെ ആ നേതാക്കളുടെ പാതയിൽ തന്നെ ജീവിച്ച് മരണപ്പെട്ടു പോകാനും അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ തമ്പുരാനെ. മുസ്ലിം സംഘശക്തിയെ ഒരുമിപ്പിച്ച് നിർത്താനുള്ള എല്ലാ ശ്രമങ്ങൾക്കും അള്ളാഹുവേ ഞങ്ങൾക്ക് നീ കരുത്ത് പകരണേ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ഇത്രയും ആളുകളെ വൈകിയും സംഘടിപ്പിച്ചുകൊണ്ട്, വലിയൊരു ജനക്കൂട്ടത്തെ സംഘടിപ്പിച്ചുകൊണ്ട്, ഇത്ര മനോഹരമായ യോഗം ഇവിടെ സംഘടിപ്പിച്ച തിരൂരിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുടെ പ്രൗഢമായ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ സുഹൃത്ത് നാസർ വൈസി പ്രസംഗിക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.